ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓല 50,000-ത്തിലൊരു വീഡിയോ എടുക്കണമെന്ന് ഓർത്താണ്. ഇപ്പം നിലവിൽ 54,000 കിലോമീറ്ററായി. അപ്പം നിലവിൽ എൻ്റെ വാറണ്ടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വാറണ്ടിയൊക്കെ നമുക്ക് 40,000 കിലോമീറ്റർ വരെ ആയിരുന്നു. എക്സ്റ്റൻഡർ വാറണ്ടി എടുക്കുവാണെങ്കിൽ 60,000 കിലോമീറ്റർ 3 വർഷം. ഞാനപ്പോൾ എനിക്ക് 3 വർഷത്തിന് മുമ്പ് തന്നെ 60,000 കിലോമീറ്റർ ആകും. അല്ലെങ്കിൽ എനിക്കിപ്പം 1.5 വർഷം ആയപ്പോൾ തന്നെ 54,000 കിലോമീറ്ററായി. ഞാനതൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കാൻ. അപ്പോൾ ഏകദേശം എനിക്ക് ഈ മാസം അല്ല അടുത്ത മാസം കൊണ്ടൊക്കെ ഒരു 1-2 മാസത്തിനകം എനിക്ക് 60,000 കിലോമീറ്റർ ആകും. പിന്നെ എനിക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ട് കാര്യമില്ല. അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ കേട്ടോ. ഞാൻ ഇനിയിപ്പം വരുന്ന എല്ലാ പണിക്കും പൈസ കൊടുക്കണം. നിലവിൽ മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ഇതിൻ്റെ നമ്മുടെ ഇവിടുന്ന് ലീക്കുണ്ട് കേട്ടോ. നമ്മുടെ എന്നാ പറയുന്നത്, റിമ്മിൻ്റെ അവിടുന്ന് എയർ ചെറുതായിട്ട് ലീക്കുണ്ട്. ഞാനിപ്പോൾ അത് അവന്മാരെ കൊണ്ട് കാണിച്ചപ്പോൾ അവന്മാർ പറഞ്ഞത് മാറിത്തരാമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ 40,000 കിലോമീറ്റർ വരെ ഉള്ളൂ, അതുകൊണ്ട് ഇനി ക്യാഷ് വേണമെന്നാണ് പറയുന്നത്. അപ്പം നിലവിൽ ഞാനത് ഒരു ടയർ കട കാണിച്ചപ്പോൾ അവന്മാർ പറഞ്ഞത് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡിയാവും, അല്ലെങ്കിൽ എന്നിട്ട് മാറിയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു പ്രാവശ്യം ടയർ ഊരിയിട്ട് കഴിഞ്ഞപ്പം പിന്നെ അത്ര പ്രശ്നമില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇനി വരാനുള്ളത് മെയിനായിട്ടുള്ളത് നമ്മുടെ ഈ ഷോക്കാണ് കേട്ടോ. ഷോക്കിന് എന്നാ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ടയർ മാറുന്ന സമയത്ത് എനിക്കതിന് ഷോക്ക് വർക്ക് ചെയ്യുന്നില്ലാത്ത പോലെ വരും. അതായത് ഷോക്കിൻ്റെ ആക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് കാണിച്ചു. അപ്പോൾ അവന്മാർ നിലവിൽ അതിൻ്റെ ഇവിടുത്തെ വാഷറും കാര്യങ്ങളും എല്ലാം മാറ്റി കേട്ടോ. അതിനുശേഷം വലിയ കുഴപ്പമില്ല. നിലവിൽ എനിക്ക് ആക്ഷൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ ഭാഗത്തെ ആക്ഷൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതിന് അതിൻ്റെ ആക്ഷൻ വർക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല. അവന്മാർ എന്നോട് 4,000 രൂപയാണ് പറഞ്ഞത് അത് മാറുന്നതിന് കേട്ടോ. ഒന്നും മറ്റേ പോലെ ഇതില്ല, എന്താ പറയുക, എല്ലാം റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, പണിയൊന്നുമില്ല. അതായത് റിപ്പയറൊന്നും ചെയ്ത് തരികയല്ലോ ഒന്നും കേട്ടോ. എല്ലാം റീപ്ലേസ്മെൻ്റ് ആണ് ഓലയിൽ മെയിൻ. ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു 40,000 കിലോമീറ്റർ ബാറ്ററി മാറിയ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഊഹത്തിലൊരു 80 കിലോമീറ്റർ ഉണ്ടാകുമ്പോൾ അടുത്ത ബാറ്ററിയോടെ മാറേണ്ട വരും. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഉള്ളത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ മുഴുവൻ ചെളിയും വെള്ളമൊക്കെയാണ്. ഞാനിപ്പം എൻ്റെ ഒരു സ്ഥിരം ലൊക്കേഷനാണ് കേട്ടോ. ഇത് മണിപ്പുഴയാണ്. മണിപ്പുഴ പാലം കഴിഞ്ഞ് കുറച്ചിങ്ങ് വരുമ്പോൾ ഉള്ള കണ്ടോ കേട്ടോ. അപ്പം ഞങ്ങളിത് ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നതാണ്. ആ സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ചെളിക്കകത്തൊക്കെ നിൽക്കുന്നത്. അന്ന് ഇവിടെ നല്ല മഴ പെയ്തിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പിന്നെ മെയിൻ പ്രശ്നം, നിങ്ങൾ ഓല എടുക്കുന്നുണ്ടെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ നിൽക്കും. മെയിൻ പ്രശ്നം ഇതുണ്ടോ, സ്റ്റാൻഡ് തട്ടിയില്ലേലും വണ്ടി തന്നെ ഓണാകും. ഒക്കെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള സെറ്റപ്പ് കണ്ടോ. സ്റ്റാൻഡ് കിടക്കുന്നു, വണ്ടി ഓണാകുന്നു. ഇനിയിപ്പോൾ വണ്ടി ഓഫാക്കിയാൽ ഓഫാകും, പക്ഷേ ഇനി അത് തന്നെ ഓഫാകത്തില്ല കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനം തന്നെ ഓഫാകുമായിരുന്നു. തന്നെ ഓഫാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് മിനിറ്റ് 1-2 മിനിറ്റിനകം തന്നെ ഓഫാകും വണ്ടി. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമ്മൾ മറന്നിട്ടിട്ട് പോവുകയാണെങ്കിൽ രാവിലെ വരെ വണ്ടി ഓണായി കിടക്കും കേട്ടോ. കഴിവതും ഓലയുള്ളവർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. അപ്ഡേറ്റ് ചെയ്യുന്നത് വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന അവന്മാരുടെ അടുത്ത് കൊണ്ടുപോയി അപ്ഡേറ്റ് ചെയ്ത് അവിടെ വെച്ച് ഈ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞ് സെറ്റാക്കിക്കൊണ്ട് വരിക. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അപ്ഡേറ്റ് ചെയ്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് അടുത്ത അപ്ഡേഷൻ വരുമ്പം ഇതൊക്കെ റെക്ടിഫൈ ചെയ്താണ് വരുന്നത്, അപ്പം റെഡിയാകുമെന്നല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് വേറെ സപ്പോർട്ടൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പം നിലവിൽ അങ്ങനെയൊക്കെയാണ് സർവീസിൻ്റെ കാര്യങ്ങൾ. എനിക്കിപ്പം 1.5 വർഷം കൊണ്ട് 54,000 കിലോമീറ്റർ ആയി. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമാണ്. എൻ്റെ ഈ നിലവിലെ അവസ്ഥ വെച്ച് ഭയങ്കര ലാഭമാണ്.
കാരണം വേറെ പണിയൊന്നും വന്നിട്ടില്ല. ബാറ്ററി എല്ലാം മാറിയതെല്ലാം വാറണ്ടിയറാണ്. പക്ഷേ ഇനി വരുന്ന ഓരോ പണിക്കും നമുക്ക് കാശിറങ്ങും. അപ്പം പണികൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓടിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിന് ശേഷം ഒരു ഫസീന എടുത്തു കേട്ടോ. എന്തുകൊണ്ടാണ് പിന്നെ ഒരു വീട്ടിലോട്ടൊരു ഓല എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുപോലുള്ള കുറച്ച് പ്രശ്നം കാരണം നമുക്ക് ഈ ഒരുവിധം പേടിച്ച് വണ്ടി ഓടിക്കേണ്ടി വരും. അതായത് വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യമാണ്. സത്യമാണ്, പെട്രോൾ വണ്ടി പോലെ നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം അങ്ങനെയുള്ളൊരു സെറ്റപ്പൊന്നുമല്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പൈസ ഇറങ്ങും. മറ്റേത് പെട്രോൾ വണ്ടിയാണെങ്കിൽ പെട്രോൾ മാത്രം അടിച്ചു കൊടുത്താൽ മതി. പെട്രോളിൻ്റെ ഒരു ചിലവുണ്ട്, അത് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ പുതിയൊരു വണ്ടി എടുത്തപ്പോൾ പിന്നെ ഇലക്ട്രിക്കൽ ആക്കിയില്ല. അനുഭവത്തിൻ്റെ പുറത്തുനിന്ന് ഞാൻ ഒരു പെട്രോൾ വണ്ടി ഫസീനാണ് എടുത്തത്. അതിന് അത്യാവശ്യം മൈലേജും ഉണ്ട്, 65-70 മൈലേജും ഉണ്ട്. നമുക്ക് പിന്നെ പേടിക്കാതെ കൊണ്ട് നടക്കാം, എവിടെ വേണേലും പോകാം. ഇത് നമുക്കൊരു 120 കിലോമീറ്ററൊക്കെ പോകാൻ പറ്റുള്ളൂ മാക്സിമം. അതായത് ഒരു വൺ സൈഡ് ഒരു 60 കിലോമീറ്റർ കണക്കാക്കി പോകണം കേട്ടോ, അല്ല നമുക്ക് പണിയാണ്. അതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു പെട്രോൾ വണ്ടി തന്നെ കൊണ്ടുപോകണം. അപ്പം നിലവിൽ ഞാൻ രണ്ടാമതൊരു വണ്ടി വീട്ടിലോട്ട് നോക്കിയപ്പം ഫസീനാണ് അടുത്തത്. പിന്നെ ഇവനെക്കൊണ്ട് വേറെ ഉപദ്രവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദ്രവമൊന്നുമില്ല, ഉപകാരം മാത്രമേ ഉള്ളൂ ഇതുവരെ നിലവിൽ കേട്ടോ. പക്ഷെ ഇനിയുള്ള മുന്നോട്ടുള്ള ഓടിയിൽ എനിക്കറിയത്തില്ല. ഇപ്പം ബാറ്ററിക്ക് പണി വരാതിരിക്കട്ടെ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ കേട്ടോ. ഇനി ഈ സാധനത്തിന് ഇവന്മാർ ഈ സാധനമൊന്നും ഇല്ലായിരുന്നു, ഈ ക്യാപ്പും ഒന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ഓൺലൈൻ മേടിച്ചിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് വെക്കണം, അതിതുവരെ വെച്ചിട്ടില്ല. നമ്മുടെ സ്റ്റോക്ക് വരുന്ന സ്റ്റാൻഡ് കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഒത്തിരി ബലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബലമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം സ്റ്റോക്ക് സ്റ്റാൻഡ് ആട്ടമുണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ചെറിയൊരു ബെൻഡൊക്കെ വരും. അപ്പം എടുക്കുന്നവർ ആ കൂട്ടത്തിൽ തന്നെ സെൻട്രൽ സ്റ്റാൻഡ് വെച്ചാൽ മതി, അതായിരിക്കും നല്ലത്. പിന്നെ ബാക്കിലെ ടയർ കേട്ടോ, ഞാനിപ്പം പടയേന്ന് തീരും. ഞാൻ ഇന്നലെ മേടിച്ചിട്ട ടയറാണ്. ഇന്നലെ 1700 രൂപയുടെ സിയറ്റിൻ്റെ ടയറാണ് മേടിച്ചിട്ടത്. പുറകിലെ ടയർ പടപടയെന്ന് മാറേണ്ടി വരും, നല്ല ചിലവ് കേട്ടോ. അതിനെനിക്ക് തോന്നുന്നു സ്കൂട്ടറിൻ്റെ എല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു, എല്ലാ സ്കൂട്ടറിൻ്റെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇലക്ട്രിക്കിൻ്റെ മാത്രമല്ല, ഇലക്ട്രിക്കിൻ്റെ പിന്നെ വെയിറ്റ് പുറകിലോട്ട് അത്യാവശ്യം ഉള്ള കാരണം പെട്ടെന്ന് തീരുന്നതായിരിക്കും. പക്ഷേ ഫ്രണ്ടിന് കുഴപ്പമില്ല, ഫ്രണ്ട് ഞാൻ ഒരു പ്രാവശ്യം കണ്ടേ മാറിയിട്ടുള്ളൂ. ഇത് രണ്ടാമത്തെ ടയറാണ്, 54,000 കിലോമീറ്റർ രണ്ടാമത്തെ ടയറാണ്. വിശ്വസിക്കുമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഫ്രണ്ടിൽ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പുറകിൽ ഞാൻ 5-6 എങ്കിലും മാറിയിട്ടുണ്ടാവും, 5 മാറിയിട്ടുണ്ടാവും കേട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം വേറെ ഇവൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ബട്ടണൊക്കെ കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, ഇതൊക്കെ സ്റ്റക്കായി പോകാറുണ്ട്. ഈ കൺസോളിലെ ബട്ടണൊക്കെ ഇത് ഞാനൊന്ന് മാറിയതാണ്. അതുകൊണ്ട് അന്നവിടെ ഓലയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ഒരു മാസം ഇരുന്നതിൻ്റെ പേരിൽ അത് പോയതാണ്. മാറി തന്നു കേട്ടോ, വാറണ്ടി മാറിയതാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് കേട്ടോ, ഇതാകും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതും പണിയാവും, ഇതും സ്റ്റക്കായി പോവും, പണി വരാൻ സാധ്യതയുണ്ട്. പിന്നെ മെയിൻ പ്രശ്നം ഇത് പൊട്ടിപ്പോയി. എങ്ങനെയാണ് പൊട്ടിയതെന്ന് എനിക്കറിയാൻ മേല. എന്തെങ്കിലും സാധനം കൊണ്ട് വെച്ചതാണോ, ഇനി അവിടെ ഓലയിൽ ഒരു മാസം ഇരുന്നായിരുന്നു, അതിൻ്റെ ഫലമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഇവിടെ ചവിട്ടിയപ്പോഴാണ് ഒച്ച കേട്ടപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ സാധനം പൊട്ടിയിരിക്കും കേട്ടോ. ഇനി അത് മാറേണ്ട വരും, അടുത്തതിനെ കൊണ്ട് മാറണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വേറെ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വീണാണ്. വലിയ വിഷയമൊന്നുമില്ല. വണ്ടി എടുക്കുന്നുള്ളവർ ശ്രദ്ധിക്കുക, വെറ്റ് ഗ്രിപ്പ് എന്ന് പറഞ്ഞ സാധനം വണ്ടിക്കില്ല. ഫ്രണ്ടിലെയും പുറകിലെയും ടയർ ഒന്നായതുകൊണ്ട് എവിടെയേലും ചെന്ന് ഒരു ശക്കലം വെള്ളമോ ചെള്ളയോ ഉണ്ട് അപ്പോഴേ മലനടിച്ച് വീഴും കേട്ടോ. നമ്മുടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന പോലെ മറ്റേ സ്കൂട്ടറുകളോ ഒന്നും പോലല്ല. എങ്ങനെയാണോ വണ്ടി അവിടെ കിടന്ന് വളഞ്ഞ് കറങ്ങി നമ്മളെ മറിച്ചിടും. നമ്മളെ വലിച്ച് താഴെ ഇടുന്ന പോലെ ഈ സാധനം വലിച്ച് താഴെ ഇടും കേട്ടോ. അതായത് ഞാൻ പറഞ്ഞാൽ ചെളിയിലോ ചെറിയ വെള്ളത്തിലോ ഒക്കെ കയറിയുള്ള അവസ്ഥയാണ്. അങ്ങനെ പോയി വീണതാണ്.
ചെറുതായിട്ടൊരു വെള്ളത്തിൽ ജസ്റ്റ് ചുമ്മാ കയറിയപ്പോഴേ പാളി മറിഞ്ഞു പോകുന്ന കേട്ടോ. അങ്ങനെയൊക്കെ വീഴുന്നതാണിത്, അല്ലാതെ നമ്മൾ മറ്റേ പോലെ സ്പീഡിൽ പോയിട്ട് വീഴുന്നതല്ല. ഇത് ഈ നമ്മൾ പയ്യ വല്ലതും പോകുമ്പോൾ ഏതേലും ചെളിയെ കയറി പട്ടക്കോന്ന് മറിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ഒരു ഗ്രിപ്പും ഇല്ല, വെറ്റ് ഗ്രിപ്പേ ഇല്ല. അത് മാക്സിമം ശ്രദ്ധിക്കുക. ചെളിയിൽ കൂടെയൊക്കെ പോകുന്നവർ, പുതിയ വണ്ടി എടുക്കുന്നവർ, അറിയാത്തവർ കേട്ടോ, നോക്കിപ്പോയില്ലെങ്കിൽ നല്ല മണി കിട്ടും. തെന്നി വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര ശ്രദ്ധിച്ചേ വെള്ളത്തിൻ്റെ അകത്തൂടെയും ചെളിയുള്ള സ്ഥലത്തൂടെയും പോവുള്ളൂ. ഒട്ടും ഗ്രിപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. വണ്ടി ഉള്ളവർക്കറിയാം. 1-2 പ്രാവശ്യം തെന്നി വീണവരായിരിക്കും മിക്കവരും വെള്ളത്തിൽ. ഞാൻ വീണ് കേട്ടോ, 1-2 അല്ല. നമ്മൾ ഈ വെള്ളത്തിൽ കയറുമ്പോഴേ കാല് കുത്തി പോയാലും എങ്ങനെയെങ്കിലുമൊക്കെ തെന്നും മാക്സിമം. അത് മൊട്ട ടയറിൻ്റെ അങ്ങനെയൊന്നുമല്ല, ഈ ടയറിൻ്റെ ഷേപ്പ് അതാന്ന് തോന്നുന്നു. ഇതിനൊരു ഗ്രിപ്പില്ലാത്ത ടയറാണ്. രണ്ടും മറ്റേ എനിക്ക് തോന്നുന്നു പുറകിലൊരു കട്ട ടയറായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇത് കട്ട ടയറല്ല, ഇത് രണ്ടും റൗണ്ട് പോലത്തെ ടയറാണ്. സത്യം പറഞ്ഞാൽ ടയർ വലുതാണ്, വെറ്റ് ഗ്രിപ്പില്ലെന്നേ ഉള്ളൂ. നമുക്ക് സാധാരണ റോഡിൽ കൂടെ ഓടിക്കുമ്പം നല്ല സുഖമാണ്. മറ്റേ സാധാ സ്കൂട്ടർ ഓടിക്കുന്നവരൊന്നും അല്ല, നല്ല സെറ്റാണ്. കാരണം നല്ല വലിയ ടയറാണ്. ഞാൻ പറഞ്ഞ ഈ ചെളിയിൽ കൂടെയൊക്കെ പോകുമ്പോഴുള്ള കാര്യം കേട്ടോ. ചെളിയും വെള്ളവും ഒക്കെ പോകുമ്പോൾ മാക്സിമം സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മറിഞ്ഞു വീഴും. പിന്നെ പുതിയ വണ്ടിക്ക് ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. പുതിയ വണ്ടിക്ക് ഇതൊന്നും ഇല്ല. പുതിയ വണ്ടിയുടെ എല്ലാം ഓപ്പണായിട്ട് ഇട്ടേക്കുവാന്ന് തോന്നുന്നു. അത് കുറേ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു, ബെൽറ്റ് പെട്ടെന്ന് പോവാന്ന്. ഇതിൻ്റെ ബെൽറ്റൊന്നും പോയിട്ടില്ല കേട്ടോ. ഇത് S1 Pro ആണ്. നിലവിൽ ഇതിൻ്റെ ബെൽറ്റൊന്നും ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഈ സാധനം എനിക്ക് വർത്താണ്. എങ്ങനെയെങ്കിലും 1,00,000 കിലോമീറ്റർ തള്ളിക്കൊണ്ട് പോകണം, അങ്ങനെ മുതലാക്കണം. വേറെ ഇത് നമ്മൾ റീസെയിൽ വാല്യൂ ഒന്നും പ്രതീക്ഷിച്ചെടുക്കുന്ന വണ്ടിയല്ലല്ലോ. കൊടുത്താൽ വില കിട്ടും, അല്ലെങ്കിൽ നാളെ മറിച്ച് കൊടുക്കാനൊന്നും പ്രതീക്ഷിച്ചെടുക്കുന്ന വണ്ടിയല്ല. അങ്ങനെ നോക്കിയെടുക്കുന്നവർ ആരും ഈ EV എടുക്കില്ല. കാരണം EVയുടെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. റീസെയിലിൽ കൊണ്ട് തിരിച്ച് അവന്മാർക്ക് തന്നെ കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ പുതിയ വണ്ടി എടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷനൊന്നും EVയുടെ കാര്യത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. EV സെക്കൻഡ് എടുക്കാൻ ധൈര്യമുള്ളവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി വാറണ്ടി കിടപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മൾ വണ്ടി എടുത്തതിൻ്റെ വാല്യൂ വെച്ചോ ഉള്ളതൊന്നും കിട്ടത്തില്ല. അത് ഉറപ്പായ പച്ചയായ കാര്യമാണ്, പച്ചയായ സത്യമാണ്. അപ്പം നോക്കിയും കണ്ടും എടുക്കുക. പക്ഷേ ഈ പുതിയ എടുക്കുന്ന ഓല എനിക്ക് തോന്നുന്നു 1,00,000 കിലോമീറ്ററോളം ഏതാണ്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. 1,00,000 കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. വർഷവും കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതൊന്ന് അന്വേഷിക്കുക. ഞാൻ ചോദിച്ചപ്പോൾ അവന്മാരെന്നോട് പറഞ്ഞത്, ഞാൻ ഈ കംപ്ലൈൻ്റ് ആണ് എന്താ ചെയ്യുന്നത്, വാറണ്ടി കഴിഞ്ഞു പോയല്ലോ എന്ന് അവർ പറഞ്ഞത്, ഈ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് പുതിയ വണ്ടി എടുക്കാനാണ് പറഞ്ഞത്, എക്സ്ചേഞ്ച് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞ അടവ് പോലും തീരാത്ത വണ്ടി ഞാൻ എങ്ങനെ കൊണ്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ അവർ പറയുന്ന ഇതാണ്, പുതിയ വണ്ടി എടുക്കുക, അപ്പോൾ പുതിയ വാറണ്ടി കിട്ടുമല്ലോ എന്നാണ് അവർ പറയുന്നത്. അവർ മാക്സിമം അവരുടെ സെയിലല്ലേ നോക്കുള്ളൂ. നമുക്കിതെങ്ങനെയെങ്കിലും മുതലാക്കണ്ടേ. 1,00,000 കിലോമീറ്റർ വരെ ഓടിച്ച് മുതലാക്കണം. കംപ്ലൈൻ്റ് ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. കാര്യം പറഞ്ഞാൽ നിലവിൽ വേറെ വലിയ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. വാറണ്ടിയിലുള്ള കംപ്ലൈൻ്റ് അല്ലാതെ നിലവിൽ അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ആ ഫ്രണ്ടിലെ ഷോക്കിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ടയർ മാറിയിട്ടു, മറ്റേ ആ ബുഷ് മാറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം മാറി കേട്ടോ. വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ ഇറങ്ങിയ ഈ വണ്ടി, അതായത് ഈ പിടി മറ്റേ പുതിയ പിടി വരാത്ത ടൈപ്പില്ലേ, ഈ വണ്ടിക്ക് വലിയ കംപ്ലൈൻ്റ് ഉള്ളതായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ സമയത്ത് എടുത്തവരെല്ലാം അത്യാവശ്യം ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. പുതിയ വണ്ടി എടുക്കുന്നവരാണ് പിന്നെയും കംപ്ലൈൻറ്റ് പറയുന്നത്. പിന്നെ അവർക്ക് കംപ്ലൈൻ്റ് ഉള്ളതും കുഴപ്പമില്ല. 1,00,000 കിലോമീറ്ററോളം ആണ്ട് വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 1,00,000 കിലോമീറ്റർ വരെ വീഡിയോ എടുത്തിടാൻ പറ്റട്ടെ എന്നുള്ള സെറ്റപ്പോടുകൂടി വീഡിയോ നിർത്തുകയാണ്. അപ്പം നിലവിൽ പറഞ്ഞുകൊള്ളട്ടെ, ഇത് വണ്ടിയുടെ വലിയ റിവ്യൂ ഒന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയാണ്, അതിൻ്റെ കാര്യങ്ങളായി പറയുന്നത്. അപ്പം നിങ്ങൾ വന്നിട്ട് അയ്യോ അത് അവിടെ അങ്ങനെയായി, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെന്നൊന്നും പറയില്ല. ഇതെൻ്റെ സ്വന്തം വണ്ടിയുടെ സ്വന്തം കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പം എന്തേലും വണ്ടിയെപ്പറ്റി എന്തേലും അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻ്റ് ഇട്ടാൽ മതി. എനിക്കറിയാവുന്നതാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ ഈ 54,000 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ അനുഭവം വെച്ച് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.